നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് 3-ലെ എ ത്രീ വീൽഡ് റെവല്യൂഷൻ എന്നുള്ള ലെസണാണ്. ഈ ലെസൺ ഒരു ഇൻ്റർവ്യൂ ആണ്. ഓൺട്രപ്രണറായ ഇർഫാൻ ആലത്തിൻ്റെ ഇൻ്റർവ്യൂ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഇതാണ് ഇർഫാൻ ആലം. ഈ ഇൻ്റർവ്യൂ ഇത്തിരി ലെങ്തി ആയിരിക്കും ഈ ഒരു വീഡിയോ. കാരണം 2 വീഡിയോ ആയിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്നില്ല. കുറച്ച് ലെങ്തി ആയിരിക്കും. നിങ്ങൾ കുറച്ച് ക്ഷമിച്ചിരുന്ന് കേൾക്കുക കേട്ടോ. ഒത്തിരിയല്ല, എന്നാലും കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എബൌട്ട് ദ ഓൺട്രപ്രണർ ഇർഫാൻ ആലം. അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്, ഡിസ്ക്രിപ്ഷനാണ്, നിങ്ങൾ വായിച്ച് നോക്കുക. അപ്പം ഞാൻ ചുരുക്കി പറയാം. ഇർഫാൻ ആലം എന്ന് പറയുന്നത് സമ്മാൻ ഫൗണ്ടേഷൻ എന്നുള്ള ഒരു ഓർഗനൈസേഷൻ തുടങ്ങിയ വ്യക്തിയാണ്. അദ്ദേഹം എങ്ങനെയാണ് ഈ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ, ബീഹാറിലുള്ള റിക്ഷ പുള്ളേഴ്സിനെ എല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിട്ടാണ് ഈ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് റിക്ഷ ഓടിക്കുമ്പോൾ റിക്ഷയിൽ വരുന്ന ആൾക്കാർക്ക് വെള്ളവും ജ്യൂസും അതുപോലെ പ്രീപെയ്ഡ് മൊബൈൽ കാർഡ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് അതിൽ നിന്നുള്ള വരുമാനം സമ്മാൻ ഫൗണ്ടേഷനും റിക്ഷ പുള്ളേഴ്സും കൂടി വീതിച്ചെടുക്കുന്ന ഒരു ബിസിനസ്സാണ് ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് ബീഹാറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഏകദേശം 1 ലാഖോളം റിക്ഷ പുള്ളേഴ്സിനെ ഒരുമിച്ച് 9 സ്റ്റേറ്റ്സിലെ റിക്ഷാസും കൂടെ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ്, അതായത് 1 ലക്ഷത്തോളം റിക്ഷാസ് വരും. ഈ റിക്ഷാസ് ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ഈ ബിസിനസ് നടത്തുന്നത്. ഓൾദോ ഫസ്റ്റ് ജനറേഷൻ ഓൺട്രപ്രണർ, ഒരു ഫസ്റ്റ് ജനറേഷൻ ഓൺട്രപ്രണറാണ് ഇദ്ദേഹം. അതായത് ഓൺട്രപ്രണർഷിപ്പിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ബിസിനസ് തുടങ്ങിയൊരു വ്യക്തിയാണ്. വളരെ ചെറുപ്പത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം ബിസിനസ് ബാസിഗർ എന്നുള്ളൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ അതൊരു കോമ്പറ്റീറ്റീവ് റിയാലിറ്റി ഷോ ആണ് കേട്ടോ. ഇങ്ങനെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി നടത്തിയ ഒരു ഷോ ആണ്, ടെലിവിഷൻ ഷോ ആണ്. നമുക്ക് നമ്മുടെ ഐഡിയ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. നല്ലതാണെങ്കിൽ അവർ ഫണ്ട് തരും. അങ്ങനത്തെ ഒരു ഷോ ആണ്. അതുപോലെ ഇദ്ദേഹത്തിന് വേൾഡ് ബാങ്കിൻ്റെ ഇന്നൊവേഷൻ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യ എന്നുള്ള മാഗസിൻ ടോപ്പായിട്ടുള്ള 30 യൂത്ത് ഐക്കൺസ് ഓഫ് ഇന്ത്യ അവരിൽ ഒരാളായിട്ട് ഇദ്ദേഹത്തെ പരിഗണിക്കുകയുണ്ടായി. അതുപോലെ എക്കണോമിസ്റ്റ് എന്നുള്ള മാഗസിൻ ഇദ്ദേഹത്തെ ബിസിനസ് മോഡലാക്കി ഫീച്ചർ ചെയ്യുകയും ഉണ്ടായി. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പെക്യൂലിയാരിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം ഓൺട്രപ്രണർഷിപ്പ് സബ്മിറ്റ് വാഷിങ്ടണിൽ 2010 നടത്തിയ ഓൺട്രപ്രണർ സബ്മിറ്റിൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്ത വ്യക്തിയാണ്. ഇദ്ദേഹത്തെ പറ്റി പ്രസിഡന്റ് ഒബാമ പറഞ്ഞ ലൈൻസ് ഉണ്ട്. യു ആർ ഡൂയിങ് എ ടഫർ ജോബ് ദാൻ മീ. എന്നെക്കാളും പാടുള്ളൊരു ജോലിയാണ് താങ്കൾ ചെയ്യുന്നതെന്ന് ഒബാമ കോംപ്ലിമെൻ്റ് കൊടുത്തൊരു വ്യക്തി കൂടിയാണ് നമ്മുടെ ഇർഫാൻ ആലം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ആണ് നമ്മളിന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. ബിഫോർ സ്റ്റാർട്ടിങ് ദിസ് ഇൻ്റർവ്യൂ, ഓൺട്രപ്രണർ എന്നുള്ള വേർഡിൻ്റെ മീനിങ്ങും കൂടി ഞാൻ പറയാം. ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ വൺ ഹു സ്റ്റാർട്ട്സ് ദെയർ ഓൺ ബിസിനസ്. സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരെയാണ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. വേർഡ് കേൾക്കുമ്പോൾ എൻട്രപ്രണർ എന്നാണ്, പക്ഷേ പ്രൊനൗൺസിയേഷൻ ഓൺട്രപ്രണർ എന്നാണ്. അതായത് എസ്പെഷ്യലി വെൻ ദിസ് ഇൻവോൾവ് സീയിങ് എ ന്യൂ ഓപ്പർച്യൂണിറ്റി. പുതിയൊരു ഐഡിയ മനസ്സിൽ കൊണ്ടുവന്ന് ഒറ്റയ്ക്ക് ഫണ്ട് നേടി ബിസിനസ് നടത്തുന്ന വ്യക്തികളെയാണ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇർഫാൻ ആലത്തിൻ്റെ ഇൻ്റർവ്യൂയിലേക്ക് കടക്കാം. റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. മോസ്റ്റ് ടീനേജേഴ്സ് ഡ്രീം ബിഗ്. അപ്പം നമ്മളൊരു ടീനേജറായിരിക്കുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ എപ്പോഴും വലുതായിരിക്കും. അല്ലെങ്കിൽ ടീനേജറായിരിക്കുന്ന ആൾക്കാരുടെ എല്ലാവരും എപ്പോഴും ഡ്രീം ചെയ്യുന്നത് വലിയ വലിയ സ്വപ്നങ്ങളായിരിക്കും. സം ഓഫ് ദം പെർസ്യൂ ദർ ഡ്രീംസ്, ചൂസിങ് എ path different from those of others. They design their own route of life. Success is for those who think big and act differently. ചില ടീനേജേഴ്സ്, ചിലരുടെ സ്വപ്നങ്ങൾ വെറുതെയുള്ള സ്വപ്നങ്ങളായിരിക്കാം, പക്ഷെ മറ്റു ചിലർ ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അതുപോലെ വളരെ വ്യത്യസ്തമായ പാത തിരഞ്ഞെടുക്കും ആ സ്വപ്നങ്ങൾ അറ്റൈൻ ചെയ്യാനായിട്ട്. ദേ ഡിസൈൻ ദെയർ ഓൺ റൂട്ട്. അവരുടേതായ റൂട്ട് അവർ തന്നെ ഡിസൈൻ ചെയ്യും. അങ്ങനെ വലുതായി ചിന്തിക്കുന്നവർക്കും വ്യത്യസ്തമായി ചിന്തിക്കുന്നവർക്കും വേണ്ടി ഉള്ളതാണ് ഈ സക്സസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് സക്സസ് കിട്ടുകയുള്ളൂ. ഹാവ് യു കം അക്രോസ് ദ വേൾഡ് ഓൺട്രപ്രണർഷിപ്പ്. ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ള വേർഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? അതായത് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ബിസിനസ് എന്നുള്ളൊരു വേർഡാണ്. നമ്മൾ സ്വന്തമായിട്ട് ഫണ്ട് കണ്ടെത്തി ഒരു വ്യക്തി നടത്തുന്ന ബിസിനസ്. മീറ്റ് ഇർഫാൻ ആലം. അപ്പം ഇർഫാൻ ആലം എന്നുള്ള ഓൺട്രപ്രണറിനെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഹു ചേഞ്ച് ദ ലീവ്സ് ഓഫ് മെനി പീപ്പിൾ ത്രൂ ഹിസ് ഇന്നോവേറ്റീവ് എൻ്റർപ്രൈസ്. അദ്ദേഹത്തിൻ്റെ ഇന്നോവേറ്റീവ് മീൻസ് അദ്ദേഹത്തിൻ്റെ പുതിയതായിട്ട് ഉള്ള കണ്ടുപിടുത്തം കൊണ്ട് ഒരുപാട് ആൾക്കാരുടെ ജീവിതം മാറ്റിമറിച്ച
ഒരു വ്യക്തിയാണ് ഇർഫാൻ ആലം. അദ്ദേഹവുമായിട്ടൊരു ഇൻ്റർവ്യൂ ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഹിയർ ഇസ് ആൻ ഇൻ്റർവ്യൂ വിത്ത് ഹിം. റീഡ് ഓൺ. എ 3-wheeled revolution. 3 ചക്ര വിപ്ലവം. 3 ചക്രം എന്ന് പറയുമ്പോൾ ഓട്ടോറിക്ഷ ആയിരിക്കും അല്ലേ? 3 ചക്ര വിപ്ലവം. ഓട്ടോറിക്ഷ അല്ലെങ്കിൽ സൈക്കിൾ റിക്ഷയ്ക്ക് 3 വീൽസ് വരും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഡൽഹി, ബോംബെ പോലുള്ള ബീഹാർ പോലുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലാണ് കൂടുതലും ഇങ്ങനെയുള്ള റിക്ഷാസ് കാണാൻ പറ്റുന്നത്. അപ്പോൾ 3-wheeled revolution. If we aspire to live in a happier world, we must empower those living on the margins of society. നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമായിട്ടൊരു ലോകത്താണ് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? കഷ്ടപ്പെടുന്നവരെ ഹെൽപ്പ് ചെയ്യണം. മാർജിൻസ് ഓഫ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മാർജിനിൽ ജീവിക്കുന്ന, അല്ലെ കഷ്ടപ്പാടിൽ ജീവിക്കുന്ന ആൾക്കാരെ എംപവർ ചെയ്ത് കൊണ്ടുവന്നാൽ ഈ ലോകം നിങ്ങൾക്കും മനോഹരമായൊരു ലോകത്ത് ജീവിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ സന്തോഷമുള്ള ലോകത്ത് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ അച്ചീവ്മെൻറ്റ്. വെൻ ആൻഡ് ഹൗ ഡിഡ് യു കൺസീവ് ദിസ് ഐഡിയ? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? താങ്കളുടെ അച്ചീവ്മെൻറ്റിന് കൺഗ്രാറ്റുലേഷൻസ്. എങ്ങനെയാണ് താങ്കൾ ഈ ഐഡിയയിലേക്ക് എത്തിച്ചേരുന്നത്? I was 17 years old. അപ്പോൾ ഇർഫാൻ ആലത്തിൻ്റെ മറുപടിയാണ്, I was 17 years old at that time. ആ സമയത്ത് എനിക്ക് 17 വയസ്സ് പ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. I was traveling in a rickshaw and in the middle of the journey I was very thirsty. I asked the rickshaw puller if he had any water. He said that he did not carry water bottles because he did not have money to buy and stock them. It set me thinking and I immediately realized that there was a market for selling water bottles in rickshaws. The very next day, I talked to 5 rickshaw pullers and gave them each 8 bottles of water. I told them that for every bottle they have sold, we would make a profit of 2 rupees, which we could split in half. The very first day, I made a profit of 8 rupees. So, എങ്ങനെയാണ് താങ്കൾക്ക് ഈ ഐഡിയ വന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? ഞാൻ 17 വയസ്സുള്ളപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ ഫസ്റ്റ് ഓർമ്മ വന്നത്. എൻ്റെ ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ എൻ്റെ മെമ്മറിയിലേക്ക് ഈ ഒരു ഐഡിയ വന്നത് എനിക്ക് 17 വയസ്സുള്ളപ്പോഴാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളും 17 വയസ്സുള്ള കുട്ടികളാണ്. നിങ്ങളിങ്ങനെ ചിന്തിക്കാറുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ വ്യത്യസ്തമായി ചിന്തിക്കുന്നവർക്കാണ് എപ്പോഴും ജീവിതത്തിൽ വിജയം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ സമയത്ത് 17 വയസ്സുള്ള സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? ഹി വാസ് ട്രാവലിംഗ് ഇൻ റിക്ഷയിൽ ട്രാവൽ ചെയ്യുമായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന് ദാഹിച്ചു. അദ്ദേഹം റിക്ഷ ഡ്രൈവറോട് എന്ത് ചോദിച്ചു? എനിക്ക് കുറച്ച് വെള്ളം തരുമെന്ന് ചോദിച്ചു. അപ്പം റിക്ഷ ഡ്രൈവർ എന്താ പറഞ്ഞത്? ഞാൻ വാട്ടർ ബോട്ടിൽസ് കൊണ്ടുപോകാറില്ല, കാരണം എൻ്റെ കയ്യിൽ അത് സ്റ്റോക്ക് ചെയ്യാനുള്ള പണം ഇല്ല. അപ്പം തിരിച്ച് അദ്ദേഹം പറഞ്ഞ എന്താണ്? ഇറ്റ് സെറ്റ് മീ തിങ്കിങ്. പെട്ടെന്ന് ഇദ്ദേഹം ചിന്തിച്ചത് എന്താണ്? ഇങ്ങനെ ഒരു ബിസിനസ് കൊണ്ടുവന്നാൽ വിജയിക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. പിറ്റേ ദിവസം തന്നെ, ദ വെരി നെക്സ്റ്റ് ഡേ, ഹി ടോക്ക്ഡ് ടു 5 റിക്ഷാ പുള്ളേഴ്സ്. 5 റിക്ഷാ പുള്ളേഴ്സിനോട് സംസാരിച്ചു. ഓരോ ആൾക്കാർക്കും 8 ബോട്ടിൽ വീതം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വിൽക്കുന്ന ഓരോ ബോട്ടിലും 50-50, 2 രൂപയായിരിക്കും പ്രോഫിറ്റ്, 1 രൂപ എനിക്കും 1 രൂപ നിങ്ങൾക്കും. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ അദ്ദേഹം 8 രൂപ പ്രോഫിറ്റ് സ്വന്തമാക്കി എന്നാണ് പറയുന്നത്. 8 രൂപ എന്ന് പറയുമ്പോൾ വളരെ കുറവാണ്, പക്ഷേ ഒരുപാട് ആൾക്കാർ ഈ 8 രൂപ, ഒരുപാട് ആൾക്കാരിൽ നിന്ന് 8 രൂപ പ്രോഫിറ്റ് കിട്ടുമ്പോൾ ആ തുക വലുതായിരിക്കും അല്ലേ? എന്ത് പറയാറില്ലേ, ഒരു തുള്ളിയാണ് പിന്നെ അത് പെരുവെള്ളമായിട്ട് മാറുന്നതെന്ന് പറയാറില്ലേ? അതുപോലെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, യു വെർ വെരി യങ് വെൻ യു കെയിം വിത്ത് ആൻഡ് എക്സിക്യൂട്ടഡ് ദിസ് ഐഡിയ. നിങ്ങൾ വളരെ ചെറുപ്പമായിരുന്നില്ലേ ഇങ്ങനെ ഒരു ഐഡിയ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, ഐ ഗസ് ഓൺട്രപ്രണർഷിപ്പ് ഇസ് ഇൻ മൈ ബ്ലഡ്. I had an interest in business from a very early age. During the stock market scam in 1992, my father and many of his friends lost a lot of money. That is when I started taking interest in the stock market and began researching on various companies. Interestingly, using my advice, all of my father's friends recovered their losses and most of them started making profits. ശരിയാണ്, ഞാൻ വളരെ യങ്ങായിരുന്ന സമയത്താണ് എൻ്റെ മനസ്സിൽ ഈ ഒരു ഐഡിയ വന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഐ ഗസ്, ഞാൻ ചിന്തിക്കുന്നത് എന്താണ്? എൻ്റെ ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ള കാര്യം എൻ്റെ ബ്ലഡിൽ ഓൾറെഡി ഉള്ളതാണെന്നാണ്. അതായത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, അതായത് 1992 സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം വന്നു. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു? ഒരു ഇടിവ് സംഭവിച്ചപ്പോൾ എൻ്റെ അച്ഛനും അതുപോലെ ഫ്രണ്ട്സിനും ക്യാഷ് നഷ്ടമായി. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിച്ചു. എന്നിട്ട് അതിനെപ്പറ്റി എൻ്റെ അച്ഛനും ഫ്രണ്ട്സിനും അതിനെപ്പറ്റി പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് ഇവർ കുറേ ഇതിലേക്ക് പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കുകയും
ഈ ഫ്രണ്ട്സും അതുപോലെ അച്ഛൻ്റെ ഫ്രണ്ട്സും അച്ഛനും പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്തു. ദിസ് enabled me to start my first portfolio management firm at the age of 13. അങ്ങനെയാണ് ഞാൻ 13-ാമത്തെ വയസ്സിൽ ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഫേം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യുന്നത്. When my parents found out I was dabbling in the rickshaw sector as well, they pulled me aside and asked me to stop doing it and concentrate on my studies. So I shelved it, but my interest never waned. I kept reading and researching on this sector all through my college days in Pondicherry when I pursued my Masters of Foreign Trade degree. പിന്നീട് എൻ്റെ വീട്ടുകാർ, എൻ്റെ പേരൻസ് അല്ലെങ്കിൽ എൻ്റെ മദർ ഒക്കെ റിക്ഷ സെക്ടറിൽ ഞാനിങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു, എന്നോട് ഇത് നിർത്താൻ പറഞ്ഞിട്ട് സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഈ ഐഡിയ അപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. സോ ഐ ഷെൽവ്ഡ് ഇറ്റ്, മീൻസ് അതിങ്ങനെ ശേഖരിച്ച് വെച്ചു എന്നാണ് പറയുന്നത്. ആ ഇൻട്രസ്റ്റ് മായാതെ അദ്ദേഹത്തിൻ്റെ മെമ്മറിയിൽ സൂക്ഷിച്ചു വെച്ചു. അദ്ദേഹം ഇതിനെപ്പറ്റി പഠിക്കുവാൻ തുടങ്ങി. പോണ്ടിച്ചേരിയിൽ അദ്ദേഹം ഡിഗ്രി ചെയ്തപ്പോൾ, മാസ്റ്റേഴ്സ് ചെയ്തപ്പോൾ അദ്ദേഹം ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചു. വാട്ട് വാസ് എ സ്പാർക്ക് ദറ്റ് റിവൈവ്ഡ് ദിസ് ഐഡിയ? ഇപ്പോഴത്തെ ഈ ഒരു ഐഡിയ, റിക്ഷ സെക്ടറിൽ ഇപ്പോഴത്തെ ഈ ഒരു ഐഡിയ താങ്കളുടെ മനസ്സിലേക്ക് വരാനുള്ള സ്പാർക്ക് എന്തായിരുന്നു? ഇൻ 2006, an Indian TV show called Business Bazigar launched on an entrepreneur hunt and solicited ideas for new business. I entered this contest with a business proposal. അപ്പോൾ 2006 ഇന്ത്യൻ ടി വി ഷോ ആയ ബിസിനസ് ബാസിഗറിൽ യങ് ഓൺട്രപ്രണേഴ്സിനെ പുതിയ ബിസിനസ് ഐഡിയാസിന് വേണ്ടിയിട്ട് ക്ഷണിച്ചു. അപ്പോൾ ഈ ഒരു ഐഡിയയുമായിട്ട് ഞാൻ മത്സരിച്ചു എന്നാണ് പറയുന്നത്. മൈ ഐഡിയ വാസ് ടു ഓർഗനൈസ് ദ റിക്ഷ സെക്ടർ ആൻഡ് മേക്ക് ഇറ്റ് എ പ്രോഫിറ്റബിൾ വെഞ്ചർ. According to my proposal, rickshaws were to be redesigned so that the spaces on vehicles could be sold for the purpose of advertising and brand promotion. അപ്പം എൻ്റെ ഐഡിയ എന്തായിരുന്നു? ബിസിനസ് ബാസിഗറിൽ ഞാൻ വെച്ച ഐഡിയ എന്തായിരുന്നു എന്നാണ് പറയുന്നത്. റിക്ഷ സെക്ടറിനെ ഒന്ന് റീഓർഗനൈസ് ചെയ്തിട്ട് അത് ലാഭം കിട്ടുന്ന ഒരു മേഖലയാക്കി മാറ്റണം. അതായത് റിക്ഷാസിനെ ഒന്ന് റീഡിസൈൻ ചെയ്യണം, ഇപ്പോൾ ഉള്ള രീതിയിൽ നിന്ന് ഒന്ന് മാറ്റം വരുത്തണം. എന്നിട്ട് ഈ റിക്ഷയുടെ സ്പേസസിലൊക്കെ പരസ്യങ്ങൾ കൊടുക്കാനും ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടുമുള്ള സ്പേസസൊക്കെ ഈ ഒരു റിക്ഷയിൽ ഉണ്ടാക്കണം. ഓൾസോ ഐ ഇൻഡിക്കേറ്റഡ് ദാറ്റ് അഡീഷണൽ റവന്യൂസ് കുഡ് ബി മെയ്ഡ് ബൈ സെല്ലിംഗ് പ്രോഡക്ട്സ് ലൈക്ക് വാട്ടർ, ജ്യൂസ്, ബിസ്ക്കറ്റ്സ്, മൊബൈൽ കാർഡ്സ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് ടു ദ പാസഞ്ചേഴ്സ്. അഡീഷണൽ റവന്യൂസ് കൂടി നേടിയെടുക്കണം. എങ്ങനെ? റിക്ഷയിൽ സഞ്ചരിക്കുന്ന ആൾക്കാർക്ക് വാട്ടറും ജ്യൂസും ബിസ്ക്കറ്റും മൊബൈൽ കാർഡ്സും ഒക്കെ കൊടുത്തിട്ട് അതിൽ നിന്നുള്ള ഏർണിങ് എന്താണ്, ആ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കണം. അങ്ങനെ ഒരു ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഇദ്ദേഹം ഈ ഒരു പ്രപ്പോസൽ ആ ബിസിനസ് ബാസികർ എന്നുള്ള ഷോയിൽ സബ്മിറ്റ് ചെയ്തത്. ആൻഡ് ഐ വൺ ദ ഷോ ആൻഡ് വാസ് ഓഫേർഡ് ദ സീഡ് മണി ഓഫ് ₹150 lakhs. അങ്ങനെ ഇദ്ദേഹം അതിൽ വിജയിച്ചു. ഇദ്ദേഹത്തിന് 150 ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിന് കിട്ടിയതെന്നാണ് പറയുന്നത്. Was Samman started with this seed money? അപ്പം ഈ സമ്മാൻ എന്നുള്ള ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത ഈ സീഡ് മണി കൊണ്ടാണോ എന്നാണ് ചോദിക്കുന്നത്. No, I was very soon realized that the entry barrier to business was very low. The only way to sustain this business was to earn the loyalty of the rickshaw pullers. I wanted to prove insurance, ID cards and uniforms to the rickshaw pullers. I wanted to run this as a non-for-profit organization. To be honest with you, I was not thinking about social entrepreneurship at that point. I just thought it would be best way to sustain the business and the easiest way to get banks to give out loans. Since the organizers of TV show did not agree to this model, I ended up refusing the seed capital. സോ അപ്പം ഈ ഒരു മണി കൊണ്ടാണോ സമ്മാൻ എന്നുള്ള ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത്? അല്ല, പിന്നീടാണ് ഇദ്ദേഹം ഇതിൻ്റെ കുറേ പ്രാക്ടിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളെപ്പറ്റി പഠിച്ചത്. അപ്പം ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, നല്ല വിജയിക്കുന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ റിക്ഷ ഡ്രൈവേഴ്സിന് ഇൻഷുറൻസ് കൊടുക്കണം, ID കാർഡ്സ് കൊടുക്കണം, യൂണിഫോം കൊടുക്കണം. അതുമാത്രമല്ല ഇദ്ദേഹത്തിന് അധികം ലാഭം കിട്ടാത്ത രീതിയിൽ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ട് നടത്താനായിരുന്നു താല്പര്യം. അതായത് റിക്ഷ പുളേഴ്സിനും കൂടി ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലൊരു ഓർഗനൈസേഷൻ നടത്താനായിരുന്നു ഇദ്ദേഹത്തിന് താല്പര്യം. ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട്
ടി വി ഷോയുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് ഇതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ ആ സീഡ് ക്യാപിറ്റൽ ഇദ്ദേഹം സ്വീകരിച്ചില്ല എന്നാണ് പറയുന്നത്. വെൻ ഡിഡ് ദിസ് ടേൺ ഇൻ ടു എ ട്രൂ വെഞ്ചർ? അപ്പം എങ്ങനെയാണ് പിന്നെ നിങ്ങൾ ഈ സമ്മാൻ ഫൗണ്ടേഷനിലേക്ക് എത്തിയത്? As I understood more about the lives of the rickshaw pullers and their plight, it turned into a social cause. There are about 10 million rickshaws operating in India. Most of these rickshaw pullers do not own the rickshaws but instead rent them at the rate of 30 to 40 rupees per day. The money they make after paying the rent is barely sufficient to sustain their families. They continue to remain at the bottom of the pyramid. I thought, if I could create an organization that could empower the rickshaw pullers and find a way to increase the overall revenue, it would be a win-win situation for both. I firmly believe in C.K. Prahlad's idea that business can be successful by targeting the bottom of the pyramid. Samman was finally founded in 2007 with seed money from my family and friends. So, ഇദ്ദേഹം പറയുന്നത് എന്താണ്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇതിലേക്ക് എത്തിച്ചേർന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റിക്ഷാ പുള്ളേഴ്സിൻ്റെ ജീവിതമാണ് ഞാൻ ആദ്യം പഠിച്ചത്. അതായത് 10 മില്യൺ റിക്ഷാ പുള്ളേഴ്സ് ഇന്ത്യയിൽ ഉണ്ട്. പക്ഷേ ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. പല ആൾക്കാരും 30-40 രൂപ ദിവസ വാടകയ്ക്കാണ് ഈ റിക്ഷാസ് വാങ്ങിക്കുന്നത്, ദിവസ വാടകയ്ക്ക്. ആൻഡ് അവർ ഉണ്ടാക്കുന്ന മണി എന്ന് പറയുന്നത് ഈ റെൻ്റ് അടച്ച ശേഷം അവരെ ഫാമിലി നോക്കാൻ പറ്റുന്ന സഫിഷ്യൻ്റ് ആയിട്ടുള്ള മണി അവർക്ക് കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവരെപ്പോഴും താഴെ തട്ടിൽ നിൽക്കുന്നതെന്നാണ് പറയുന്നത്. ആൻഡ് ഐ തോട്ട് ഇഫ് ഐ കുഡ് ക്രിയേറ്റ് എൻ ഓർഗനൈസേഷൻ, അപ്പോൾ ഞാൻ ചിന്തിച്ചത് എന്താണ്, ഞാനൊരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് റിക്ഷാ പുള്ളേഴ്സിനും ആൻഡ് ഫൈൻഡ് എ വേ ടു ഇൻക്രീസ് ദ ഓവറോൾ റവന്യൂ, ഇറ്റ് വുഡ് ബി എ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ ബോത്ത്. അപ്പോൾ രണ്ടുപേർക്കും വിജയിക്കുന്ന രീതിയിൽ, അതായത് എനിക്ക് മാത്രം പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നല്ല ഞാനിപ്പോൾ ചിന്തിച്ചത്, റിക്ഷാ പുള്ളേഴ്സിനെയും ഉയർത്തിക്കൊണ്ടുവരിക. അപ്പോൾ ഞാൻ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരുന്നു, C.K. പ്രഹ്ലാദ് എന്നുള്ള വ്യക്തിയുടെ ഐഡിയാസിനോട് ഞാൻ യോജിച്ചിരുന്നു. ആ ഐഡിയ ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതായത് ബിസിനസ് നടത്തണമെങ്കിൽ, ബിസിനസ് എപ്പോഴും സക്സസ്ഫുൾ ആവണമെങ്കിൽ എപ്പോഴും ആരെ ടാർഗറ്റ് ചെയ്യണം, താഴേക്കിടയിലുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്യണം. അങ്ങനെയാണ് 2007 ഞാൻ സമ്മാൻ എന്നുള്ള ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ മണി അദ്ദേഹം സംഭരിച്ചത് ആരിൽ നിന്നാണ്? ഫ്രണ്ട്സിൽ നിന്നും പാരൻസിൽ നിന്നുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ക്യാൻ യു ഡിസ്ക്രൈബ് ദ ഓപ്പറേഷൻ മോഡൽ ഓഫ് സമ്മാൻ? സമ്മാൻ്റെ ഓപ്പറേഷൻ മോഡൽ എന്താണ്? വെൻ എ റിക്ഷ പുള്ളർ അപ്രോച്ച് സമ്മാൻ, വി ഫസ്റ്റ് ഗോ ത്രൂ എ വെരിഫിക്കേഷൻ പ്രോസസ്. ആദ്യം ഒരു റിക്ഷ പിള്ളർ സമ്മാനിനെ സമീപിക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? അവർ ആദ്യം വെരിഫൈ ചെയ്യും. ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സിലൂടെ ഇവർ കടന്നു പോകണം. ദ ഓപ്പറേറ്റർ ഇസ് ദെൻ ഗിവിങ് ട്രെയിനിങ് ഓൺ ബേസിക് എറ്റിക്വറ്റ് ആൻഡ് ട്രാഫിക് റൂൾസ്. എറ്റിക്വറ്റ് മീൻസ് എന്താണ്, എങ്ങനെ പെരുമാറണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് റിക്ഷയിലേക്ക് ഒരു കസ്റ്റമർ വരുമ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അങ്ങനെയുള്ള കുറേ മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ ട്രാഫിക് റൂൾസും പഠിപ്പിച്ചു കൊടുക്കും. ദെൻ വി അപ്രോച്ച് ബാങ്ക്സ് ആൻഡ് ഹെൽപ്പ് ദം ടു ഗെറ്റ് എ ലോൺ ഫോർ എ ന്യൂ റിക്ഷ. എന്നിട്ട് ഈ ഈ റിക്ഷ പുള്ളേഴ്സിനെ കൊണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുപ്പിക്കും. അതായത് അവർക്ക് പുതിയൊരു റിക്ഷ കിട്ടാൻ വേണ്ടി. റെൻറ്റിന് റിക്ഷ എടുക്കുമ്പോഴാണല്ലോ കൂടുതലും ബേർഡൻ ആവുന്നത്. അപ്പം റിക്ഷ സ്വന്തമാകുമ്പോൾ ബേർഡനും കുറയും, പിന്നെ തങ്ങളുടെ സ്വന്തം റിക്ഷയാണ് എന്നുള്ള ഒരു ബോധവും ആ റിക്ഷ പുള്ളേഴ്സിൻ്റെ ഉള്ളിൽ വരും, ഒരു കോൺഫിഡൻസും വരും. ഇനി ലോൺ അടച്ചാൽ മതിയല്ലോ, ലോൺ അടച്ചു കഴിഞ്ഞാൽ റിക്ഷ എനിക്ക് സ്വന്തമാകുമല്ലോ എന്നൊരു ചിന്തയും അവരുടെ ഉള്ളിലേക്ക് വരും. Previously, banks were very reluctant to give loans to these sections of society. Now, since we stand as guarantors, these rickshaw pullers have access to credit. അപ്പോൾ എന്നിട്ട് ആര് ഗ്യാരണ്ടിയേഴ്സ് ആയിട്ട് നിൽക്കും? സമ്മാൻ ഫൗണ്ടേഷൻ ഇവർക്ക് ലോൺ കിട്ടാനുള്ള ഗ്യാരണ്ടിയേഴ്സ് ആയിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ റിക്ഷ പുള്ളേഴ്സിന് പെട്ടെന്ന് തന്നെ ക്രെഡിറ്റ് കിട്ടും. ദ റിക്ഷ പുള്ളേഴ്സ് ഫീൽ ട്രൂലി എംപവേർഡ് വെൻ ദി ഡ്രൈവ് ദെയർ ഓൺ വെഹിക്കിൾ. അപ്പം നമുക്കും അങ്ങനെ ആയിരിക്കുമല്ലോ, സ്വന്തം വാഹനം ഓടിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ ഇവർക്ക് സ്വന്തം വാഹനം ഓടിക്കുമ്പോൾ അത്രയും ഒരു ആശ്വാസവും ഒരു സന്തോഷവും ഇവർക്ക് കിട്ടും. വി പ്രൊവൈഡ് റിക്ഷ പുള്ളേഴ്സ് വിത്ത് ആക്സിഡൻറ്റ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. അതിനുശേഷം സമ്മാൻ ഫൗണ്ടേഷൻ ഇവർക്ക് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും ആക്സിഡൻറ്റ് ഇൻഷുറൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യാനുള്ള കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യും. ഈച്ച് ഡ്രൈവർ ഇസ് ഗിവൺ ആൻ ID കാർഡ്. ഓരോ ഡ്രൈവർക്കും എന്ത് കൊടുക്കും? ഒരു ID കാർഡ് കൊടുക്കും. ദെൻ അവർ പിന്നെ എന്ത് കൂടി കൊടുക്കും? ആൻഡ് ഇസ് റിക്വയർഡ് ടു വെയർ എ യൂണിഫോം വൈൽ ഓപ്പറേറ്റിംഗ് ദ റിക്ഷ. ഇവരൊരു യൂണിഫോം ധരിക്കണം. സ്ട്രിക്റ്റ് ആയിട്ടും ഒരു യൂണിഫോം ഉണ്ട്, ആ യൂണിഫോമും ധരിക്കണം.
ഇത്രയും കഴിയുമ്പോൾ തന്നെ റിക്ഷ പുള്ളേഴ്സ് എന്തായി മാറും? സമ്മാൻ ഫൗണ്ടേഷൻ്റെ ഒരു ഫാമിലി മെമ്പറായിട്ട് മാറും. അതായത് ഒരു റിക്ഷ പുള്ളർ സമ്മാൻ ഫൗണ്ടേഷനെ സമീപിക്കുമ്പോൾ സമ്മാൻ ഫൗണ്ടേഷൻ ആദ്യം ചെയ്യുന്നത് ഇവർക്ക് ലോൺ എടുത്ത് കൊടുക്കും. സ്വന്തമായിട്ട് റിക്ഷ വാങ്ങാനുള്ള ലോൺ എടുത്ത് കൊടുക്കും. അതിനുശേഷം ID കാർഡും ഇൻഷുറൻസും യൂണിഫോമും ഒക്കെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കും. എങ്ങനെയാണ് റിക്ഷയിൽ കസ്റ്റമേഴ്സ് വരുമ്പോൾ പെരുമാറേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കഴിയുമ്പോൾ തന്നെ സമ്മാൻ ഫൗണ്ടേഷൻ്റെ ഒരു മെമ്പറായിട്ട് ആര് മാറും? ഈ റിക്ഷ പുള്ളർ മാറും. ഹൗ ഡസ് സമ്മാൻ ഹെൽപ്സ് increase the revenues of the rickshaw pullers? How does Samman itself get its revenue? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എങ്ങനെയാണ് സമ്മാൻ ഫൗണ്ടേഷൻ റിക്ഷ പുള്ളേഴ്സിൻ്റെ റവന്യൂ, അവരുടെ വരുമാനം ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? അതുപോലെ എങ്ങനെയാണ് സമ്മാൻ ഫൗണ്ടേഷന് വരുമാനം കിട്ടുന്നത്? Samman rickshaws are designed in such a way that they have plenty of space to display advertisement. അപ്പോൾ സമ്മാൻ റിക്ഷാസ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? സമ്മാൻ റിക്ഷാസിന് ഒരുപാട് സ്ഥലമുണ്ട്. ആ റിക്ഷ റീഡിസൈൻ ചെയ്യുമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ റിക്ഷ റീഡിസൈൻ ചെയ്ത് അഡ്വർടൈസ്മെൻറ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സ്പേസ് ഉണ്ടാക്കും. സെവറൽ ലോക്കൽ ആൻഡ് നാഷണൽ ബ്രാൻഡ്സ് പ്ലേസ് ദെയർ അഡ്വർടൈസ്മെൻറ്റ്സ് ഹിയർ. ഒരുപാട് ലോക്കലും നാഷണൽ ബ്രാൻഡ്സും അഡ്വർടൈസ്മെൻറ്റ്സ് അവിടെ പ്ലേസ് ചെയ്യും അവിടെ. മനസ്സിലായില്ലേ? ആ സ്പേസ് തന്നിക്കുന്നിടത്ത് ഒരുപാട് ലോക്കൽ ബ്രാൻഡ്സിനെ ഇവർ സമീപിച്ച് അഡ്വർടൈസ്മെൻറ്റ് അവിടെ ഒട്ടിച്ച് വയ്ക്കും. നിങ്ങൾ കണ്ടില്ലേ ബസ്സിനകത്തൊക്കെ ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് ഒട്ടിച്ച് വയ്ക്കുന്നത്? അതുപോലെ ഓട്ടോയിൽ ചെയ്യുമെന്നാണ് പറയുന്നത്, റിക്ഷയിൽ ചെയ്യും. ദ അഡ്വർടൈസ്മെൻറ്റ് റവന്യൂ സ്പ്ലിറ്റ് ഇൻ ഹാഫ് ബിറ്റ്വീൻ സമ്മാൻ ആൻഡ് ദ റിക്ഷ പുള്ളേഴ്സ്. ഈ അഡ്വർടൈസ്മെൻറ്റ് റവന്യൂ പകുതി റിക്ഷ പുള്ളേഴ്സ് എടുക്കും, പകുതി സമ്മാൻ ഫൗണ്ടേഷൻ എടുക്കും. ഓൾസോ റിക്ഷ പുള്ളേഴ്സ് ക്യാൻ ചൂസ് ടു സെൽ വാട്ടർ, ഫ്രൂട്ട് ജ്യൂസ്, സെൽഫോൺ, പ്രീപെയ്ഡ് കാർഡ്സ് എക്സെട്ര. അതുപോലെ അതിനുള്ളിൽ ബിസിനസ് നടത്താനുള്ള സൗകര്യം കൊടുക്കും. അതായത് റിക്ഷ ഉപയോഗിക്കുന്ന റിക്ഷയിൽ വരുന്ന കസ്റ്റമേഴ്സിന് വാട്ടർ വിൽക്കാം, ഫ്രൂട്ട് ജ്യൂസ് വിൽക്കാം, സെൽഫോൺസ് കൊടുക്കാം, അതുപോലെ പ്രീപെയ്ഡ് കാർഡ്സ് കൊടുക്കാം. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും എടുക്കും. ഇൻ ദാറ്റ് കേസ് ദേ കം ടു എ സെൻട്രൽ റിക്ഷ യാർഡ് ഇൻ ദ മോർണിംഗ് ആൻഡ് ലോഡ് അപ്പ് ദെയർ വെയർസ്. അപ്പം അങ്ങനെ റിക്ഷയിൽ അങ്ങനെയുള്ള ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാവിലെ അവരൊരു റിക്ഷ യാർഡിൽ വരും. ഈ സാധനങ്ങൾ അവർ എടുത്തുകൊണ്ട് പോയി റിക്ഷയിൽ വെക്കും. അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദ പ്രോഫിറ്റ് ഫ്രം ദ സെയിൽസ് ഇസ് സ്പ്ലിറ്റ് ബിറ്റ്വീൻ ദം ആൻഡ് സമ്മാൻ. ഈ പ്രോഫിറ്റ് സമ്മാനും അതുപോലെ റിക്ഷ പുള്ളേഴ്സും തമ്മിൽ എന്ത് ചെയ്തെടുക്കും? ഡിവൈഡ് ചെയ്ത് എടുക്കും. ദ മണി ദാറ്റ് റിക്ഷ പുള്ളേഴ്സ് ഏൺ ബൈ ട്രാൻസ്പോർട്ടിംഗ് ദ പാസഞ്ചേഴ്സ് ഇസ് സോൺലി ദെയേഴ്സ്. അതായത് റിക്ഷയിൽ കയറുന്ന കസ്റ്റമേഴ്സ് കൊടുക്കുന്ന പൈസ അത് ആരെടുക്കും? അതായത് റിക്ഷ ഫെയർ, കൂലി ഉണ്ടാവുമല്ലോ, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ റിക്ഷ ചാർജ് ഉണ്ടാവുമല്ലോ, അത് മൊത്തം ആർക്ക് ഉപയോഗിക്കാം? റിക്ഷ ഡ്രൈവറിന് എടുക്കാം. അത് സമ്മാൻ ഫൗണ്ടേഷൻ എടുക്കത്തില്ല. ബട്ട് ദ റവന്യൂസ് ഓഫ് അവർ റിക്ഷ പുള്ളേഴ്സ് ഹവ് ഇൻക്രീസ് 30 to 40%. പക്ഷേ 30 to 40% ഈ റവന്യൂ റിക്ഷ പുള്ളേഴ്സ് എടുക്കുന്ന ഇങ്ങനെ ബിസിനസ് നടത്തി എടുക്കുന്ന, അതായത് ഇങ്ങനെ എന്താണ് കസ്റ്റമേഴ്സിൽ നിന്ന് വാങ്ങിക്കുന്ന റവന്യൂ have increased 30 to 40%. There are several other benefits on which we cannot put a monetary value. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ എന്തും കൂടെ ഉണ്ടെന്ന് പറയുന്നത് there are other benefits on which we cannot put a monetary value. അതായത് ക്യാഷിനപ്പുറം കിട്ടുന്ന മറ്റു ചില ബെനിഫിറ്റ്സും കൂടി ഉണ്ട്. റിക്ഷ പുള്ളേഴ്സ് നൗ ഹാവ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ആൻഡ് എംപവർമെൻറ്റ്. സ്വന്തമായിട്ട് റിക്ഷ കിട്ടുമ്പോൾ തന്നെ റിക്ഷ പുള്ളേഴ്സിന് ഒരു ബിലോങ്ങിങ്ങും അതുപോലെ ഒരു എംപവർമെൻറ്റും കിട്ടും. അതായത് റിക്ഷ പുള്ളേഴ്സിന് സ്വന്തമാണ് എന്നൊരു ചിന്തയും അതുപോലെ എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു ഒരു ശാക്തീകരണം അല്ലേ, അതും ഉണ്ടാവും. ചിൽഡ്രൻ ഓഫ് ദ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ദ സ്പോസസ് അറ്റൻഡ് ഫ്രീ ഈവനിങ് ക്ലാസ് കാൾ സമ്മാൻ ഗ്യാൻ. അപ്പോൾ സമ്മാൻ ഹാസ് brought dignity and inclusion to those who were previously considered menial laborers. അതുപോലെ സമ്മാൻ ഫൗണ്ടേഷൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഈ റിക്ഷ പുള്ളേഴ്സിൻ്റെ സ്പൗസസ്, അവരുടെ വൈഫിനും അതുപോലെ കുട്ടികൾക്കും ഒക്കെ എന്ത് കൊടുക്കും? ഈവനിങ് ക്ലാസ്സസ് കൊടുക്കും. അതിൻ്റെ പേരാണ് സമ്മാൻ ഗ്യാൻ. അതുപോലെ സമ്മാൻ ഹാസ് ബ്രോട്ട് ഡിഗ്നിറ്റി ആൻഡ് ഇൻക്ലൂഷൻ ടു ദോസ് ഹൂ വെർ പ്രീവിയസ്ലി കൺസിഡേർഡ് മീനിയൽ ലേബേഴ്സ്. താഴേക്കിടയിലെ ജോലിക്കാരെന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ആൾക്കാർക്ക് ഒരു ഡിഗ്നിറ്റി, അവർക്ക് സൊസൈറ്റിയിലൊരു ഡിഗ്നിറ്റിയും അതുപോലെ തന്നെ ഒരു വിലയും അതുപോലെ തന്നെ സൊസൈറ്റിയിൽ അവർക്കൊരു മുൻനിരയിലേക്ക് എത്താനുള്ള ആ ഒരു പ്രചോദനവും കൊടുക്കും. ഇൻ അഡീഷൻ ഐ വാസ് വെരി ഹാപ്പി ടു സേ ദാറ്റ് സമ്മാൻ ഇറ്റ് സെൽഫ് ഇസ് പ്രോഫിറ്റബിൾ. Last fiscal year, we made a net profit of 8 lakh rupees and a revenue of 50 lakh rupees. My mentors have been emphasizing the importance of sustainability.
അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാം, സമ്മാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ്. കഴിഞ്ഞ ഫിസിക്കൽ ഇയറിൽ, അതായത് ഈ ഇൻ്റർവ്യൂ നടക്കുന്നത് 2010-ലാണ്. അപ്പോൾ ആ സമയത്ത് റവന്യൂ നോക്കുമ്പോൾ എത്രയാണ്? നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 8 ലക്ഷമാണ്. അതുപോലെ തന്നെ റവന്യൂ എന്ന് പറയുന്നത് 50 ലക്ഷവുമാണ്. ശരിക്കും വളരെ പ്രോഫിറ്റബിൾ ആയിട്ടൊരു ഓർഗനൈസേഷനായിട്ട് മാറിയിരിക്കുകയാണ് സമ്മാൻ ഫൗണ്ടേഷൻസ്. ഡസ് സമ്മാൻ ഗെറ്റ് ഇൻഡയറക്ട്ലി ഇൻവോൾവ് ഇൻ മൈക്രോ ഫിനാൻസിങ്? അപ്പോൾ മൈക്രോ ഫിനാൻസിങ്ങിൽ സമ്മാൻ ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ? നോ, വി ഡു നോട്ട് ഹാവ് ഡയറക്ട്ലി മൈക്രോ ഫിനാൻസ് റിക്ഷ പുള്ളേഴ്സ്. മൈക്രോ ഫിനാൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഈ ലോൺ കൊടുക്കുക അങ്ങനെയുള്ള മേഖലയിൽ സമ്മാൻ പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം എന്താണ് പറയുന്നത്? നോ, വി ഡു നോട്ട് ഹാവ് ഡയറക്ട്ലി മൈക്രോ ഫിനാൻസ്. ഞങ്ങൾക്ക് എന്തില്ല? മൈക്രോ ഫിനാൻസ് ഇല്ല. ഞങ്ങളിങ്ങനെ ലോൺ കൊടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല. വി ജസ്റ്റ് ഇനേബിൾ ദ റിക്ഷ പുള്ളേഴ്സ് ടു ഗെറ്റ് ഫിനാൻസ് ഫ്രം ദ ബാങ്ക്സ്. ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് റെൻറ്റ്സ് ഫോർ ഡെക്കേഡ്സ്, ദ റിക്ഷ പുള്ളേഴ്സ് ഓൺലി പേ ദ ബാങ്ക് ലോൺ ആസ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആൻഡ് ഇവൻച്വലി ബിക്കംസ് ഓണേഴ്സ് ഓഫ് റിക്ഷാസ്. അപ്പം ഞങ്ങൾക്ക് കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യും? ഇവരെ ഹെൽപ്പ് ചെയ്യും, റിക്ഷ പുള്ളേഴ്സിനെ ഹെൽപ്പ് ചെയ്യും ലോൺ കിട്ടാൻ വേണ്ടി. അതുവഴി റിക്ഷ പുള്ളേഴ്സിന് ബാങ്ക് ലോൺ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ച് അവസാനം ആ ഓട്ടോ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ആർ ഇൻ സൈക്കിൾ റിക്ഷാസ് എ ഡൈയിങ് ബ്രീഡ്? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സൈക്കിൾ റിക്ഷാസ് ഒരു ഡൈയിങ് ബ്രീഡ്, മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രീഡാണെന്ന് പറയുന്നത് ശരിയാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണെന്ന് പറയുന്നത് ശരിയാണ്. റിക്ഷാസ് കണ്ടിന്യൂ ടു ബി പോപ്പുലർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇൻ മോസ്റ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. അതിന് ഉത്തരമായിട്ട് പറയുന്നത് എന്താണ്? റിക്ഷ എന്നും രാജ്യത്തിൻ്റെ പോപ്പുലർ മോഡ്, രാജ്യത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ്, യാത്രാ സംവിധാനമാണ് റിക്ഷ. നമ്പർ ഓഫ് റിക്ഷാസ് ഇൻ ഡൽഹി ഹാസ് ആക്ച്വലി ഇൻക്രീസ്ഡ് ബൈ 20% ഇൻ ദ ലാസ്റ്റ് 2 to 3 years. അവസാനത്തെ 2-3 വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ 20% റിക്ഷാസ് ഇൻക്രീസ് ചെയ്തു എന്നാണ് പറയുന്നത്. The reason for this increase is that it has become the choicest form of transport to carry passengers to and from the metro stations. അപ്പം എന്തുകൊണ്ടാണ് ഇതിൻ്റെ പോപ്പുലാരിറ്റി ഇത്രയും വർദ്ധിച്ചത്? മെട്രോ സ്റ്റേഷൻസിൽ, ഒരു മെട്രോ സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു മെട്രോ സ്റ്റേഷനിലേക്ക് ആൾക്കാരെ, അല്ലെങ്കിൽ മെട്രോ സ്റ്റേഷനിലേക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തെ മെട്രോ സ്റ്റേഷനിലേക്ക് ആൾക്കാരെ പെട്ടെന്ന് എത്തിക്കുന്നത് ഈ റിക്ഷാസാണ്. ഓൾസോ ഐ പേഴ്സണലി തിങ്ക് റിക്ഷാസ് ആർ ദ വെഹിക്കിൾസ് ഓഫ് ദ ഫ്യൂച്ചർ. അത് മാത്രമല്ല, ഇർഫാൻ അലപ്തിന് എന്താണ് തോന്നുന്നത്? റിക്ഷ എന്ന് പറയുന്നത് ഭാവിയുടെ വാഹനമാണ്. ദേ ആർ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി. അത് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലിയാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും റിക്ഷാസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? പെട്രോൾ യൂസ് ചെയ്തിട്ടൊന്നും അല്ലല്ലോ. റിക്ഷ എന്ന് പറഞ്ഞാൽ ചവിട്ടി കൊണ്ടുപോകുന്നതാണ്. ഇവിടെ ഇപ്പം നമ്മൾ ഓട്ടോറിക്ഷ എന്ന് പറയുമ്പം തന്നെ പെട്രോൾ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ അവിടുത്തെ ഓട്ടോറിക്ഷ എന്ന് പറയുമ്പോൾ ചവിട്ടി കൊണ്ടുപോകുന്നതാണ്. സൈക്കിൾ റിക്ഷ മോഡൽ റിക്ഷയാണ്. 3 വീലുള്ള സൈക്കിൾ റിക്ഷ മോഡൽ റിക്ഷയാണ്. നോർത്ത് ഇന്ത്യയിൽ പൊതുവെ അങ്ങനെയുള്ള റിക്ഷാസാണ് ഉള്ളത്. വി ഹാവ്, അത് എന്തും കൂടിയാണെന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലിയാണ്. കാർബൺ ഒന്നും എമിറ്റ് ചെയ്യുന്നില്ല, അത് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലിയാണ്. വി ഹാവ് എൻ R&D വിങ് ദാറ്റ് ഈസ് വർക്കിംഗ് ഓൺ എ സോളാർ പവേർഡ് ഫൈബർ ഗ്ലാസ് റിക്ഷ. അതുപോലെ സോളാർ പവേർഡ് ഫൈബർ ഗ്ലാസ് റിക്ഷാസും ഉണ്ട്. അതായത് സോളാർ എനർജി, സൺ എനർജിയിലൂടെ വർക്ക് ചെയ്യുന്ന റിക്ഷാസും ഉണ്ട്. വാട്ട് വെയർ യുവർ എക്സ്പീരിയൻസസ് എസ് പ്രസിഡൻഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് സബ്മിറ്റ് അറ്റ് US? അപ്പോൾ ഇദ്ദേഹം പ്രസിഡൻഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് US സംഘടിപ്പിച്ച അതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഐ മെറ്റ് സം ട്രൂലി ഗ്രേറ്റ് പീപ്പിൾ. ഞാൻ അവിടെ വെച്ചിട്ട് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ചില ആൾക്കാരെ പരിചയപ്പെട്ടു. ഐ വാസ് ഇൻഡീഡ് ഓണർ ടു ടോക്ക് ടു നോബൽ പ്രൈസ് laureate Muhammad Yunus. He invited me to Bangladesh to help set up a similar organization for the rickshaw workers there. ഞാൻ ആരെ പരിചയപ്പെട്ടു? നൊബേൽ പ്രൈസ് വിന്നറായ മുഹമ്മദ് യൂനിസിനെ പരിചയപ്പെട്ടു. അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം എന്നെ എവിടേക്ക് വിളിച്ചു? ബംഗ്ലാദേശിലേക്ക് വിളിച്ചു. അവിടെയും ഇതുപോലെ ഓർഗനൈസേഷൻ സെറ്റ് ചെയ്യാനായിട്ട്. വാട്ട് ഈസ് യുവർ അഡ്വൈസ് ടു സ്റ്റുഡൻസ് ടു ഓൺട്രപ്രണർഷിപ്പ്? അപ്പോൾ ഓൺട്രപ്രണർഷിപ്പിനെ പറ്റി സ്റ്റുഡൻസിന് താങ്കൾ കൊടുക്കുന്ന അഡ്വൈസ് എന്താണ്? And entrepreneurship is one who identifies an opportunities and put in conscious efforts to make it an enterprise. People generally discourage youth from treading this path, but it is time to start thinking about entrepreneurship as a career, as it can be an important tool to tackle unemployment in the countries. അപ്പം ഇദ്ദേഹം പറയുന്നത് എന്താണ്? ശരിക്കും ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് അവസരങ്ങളാണ്. അതായത് അധ്വാനത്തിലൂടെ കാര്യങ്ങൾ നേടാൻ പറ്റുന്ന അവസരമാണ് ഈ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. യൂത്ത് സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട്, ബിസിനസ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ മുതിർന്നവരെപ്പോഴും നിരാശപ്പെടുത്താനാണ് പതിവ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമുക്ക്
ഓൺട്രപ്രണർഷിപ്പ് ഒരു കരിയറായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം ആയിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? അൺഎംപ്ലോയ്മെൻറ്റ് തുടച്ചു നീക്കാൻ വൈറ്റ് കോളർ ജോബ് എന്ന് പറഞ്ഞ് പോവാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി, ബിസിനസ് എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. എപ്പോഴും ഗവൺമെൻറ് ജോബ് അങ്ങനെ പറഞ്ഞു പോവാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നാണ് ഇർഫാൻ ആലം പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ സക്സസ്ഫുൾ ആയിട്ടൊരു ഓൺട്രപ്രണറുടെ കഥ. അദ്ദേഹം പറയുന്നത് എന്താണ്? സക്സസ്ഫുൾ ഓൺട്രപ്രണർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? താഴെ തട്ടിലുള്ള ആൾക്കാരെയാണ് ആദ്യം ഉയർത്തിക്കൊണ്ട് വരേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഡ്രീം, ബട്ട് ഇറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക്സ് ടു അച്ചീവ് യുവർ ഡ്രീം. അതുപോലെ യുവതലമുറ സ്വപ്നം കാണേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് അദ്ദേഹം പറയുന്നു. എന്താണ്? സ്വപ്നം കണ്ട് ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് യുവതലമുറ എത്തിച്ചേരണം. Thank you very much for sparing the time to talk to us. We wish you the very best for your unique journey. എന്താണ് താങ്ക് ചെയ്യുന്നു, ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ താങ്ക് ചെയ്യുന്നു, തിരിച്ച് ഇദ്ദേഹം താങ്ക്സ് പറയുന്നു. താങ്ക്സ്. ഇറ്റ് ഈസ് വിത്ത് ദ ബ്ലെസ്സിങ് ഓഫ് മൈ മെൻറ്റേഴ്സ് ആൻഡ് വെൽ വിഷേഴ്സ് ദാറ്റ് ഐ ക്യാരി മൈ ജേർണി ഫോർവേഡ്. അപ്പം എല്ലാം എൻ്റെ വെൽവിഷേഴ്സിൻ്റെയും മെൻറ്റേഴ്സിൻ്റെയും ബ്ലെസ്സിങ് കൊണ്ടാണ് എൻ്റെ ഈ യാത്ര മുന്നോട്ട് പോയതെന്ന് പറയുന്നു. ശരിക്കും ഇതൊരു ഇൻ്റർവ്യൂ ആണ്. ഈ ഇൻ്റർവ്യൂ സുജാത രാംപ്രസാദ് എന്നുള്ള ഇന്ത്യ കറൻസിൻ്റെ ജേർണലിസ്റ്റിന് വേണ്ടി കൊടുത്തൊരു ഇൻ്റർവ്യൂ ആണ്. അദ്ദേഹം വാഷിങ്ടണിൽ ഓൺട്രപ്രണർ സബ്മിറ്റിന് പങ്കെടുത്ത ശേഷം മെയ് 2010 അദ്ദേഹം സുജാത രാംപ്രസാദ് എന്നുള്ള ഇന്ത്യ കറൻസിൻ്റെ ജേർണലിസ്റ്റിന് കൊടുത്ത ഇൻ്റർവ്യൂ ആണ് നിങ്ങൾക്ക് പഠിക്കുവാനുള്ളത്. ഈ ഇൻ്റർവ്യൂ ടെഡ് ടോക്സിൽ ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഈ ഒരു മെയിൽ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇൻ്റർവ്യൂ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻ്റർവ്യൂ. എല്ലാവർക്കും ഇൻ്റർവ്യൂ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഇന്നോവേറ്റീവ് ഐഡിയാസ് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ ചിന്തിക്കുക. ഇർഫാൻ ആലത്തെ പോലെ ഒരു ഗ്രേറ്റ് ഓൺട്രപ്രണറായിട്ട് മാറുക. എല്ലാവർക്കും നന്ദി.